കണ്ണൂർ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ പ്രസവ ശസ്ത്രക്രിയ നിലച്ചിട്ട് ആഴ്ചകളായി. സംഭവത്തിൽ പ്രതിഷേധിച്ച് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ദിനംപ്രതി നിരവധി പേരെത്തുന്ന ആശുപത്രിയാണ് പേരാവൂർ താലൂക്ക് ആശുപത്രി. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും സാധാരണക്കാരുടെ ഏക ആശ്രയം കൂടിയാണ് ഈ ആശുപത്രി. എന്നാൽ പരിമിതമായ സേവനങ്ങൾ മാത്രമാണ് ആശുപത്രിയിൽ ഇപ്പോൾ നിലവിലുള്ളത്. പ്രസവ ശസ്ത്രക്രിയയ്ക്കായി നിരവധി പേരെത്തുന്ന ആശുപത്രിയിൽ പ്രവർത്തനം നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കൂടാതെ ENT, ഓർത്തോ വിഭാഗങ്ങളിലും നിലവിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല. ആശുപത്രിയിൽ വർക്കിംഗ് അറേഞ്ച്മെന്റിലുണ്ടായിരുന്ന അനസ്തേഷ്യ ഡോക്ടർ പോയതോടെയാണ് പ്രസവ ശസ്ത്രക്രിയ നിലച്ചത്. ഇവിടെ എത്തുന്ന ഗർഭിണികളെ ഇപ്പോൾ കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ പ്രതിഷേധിച്ചാണ് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. ആശുപത്രിയിൽ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി പണിയുന്ന ബഹുനില കെട്ടിട നിർമ്മാണം നിലച്ചിരിക്കുകയാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു വർഗീസ് പറഞ്ഞു. പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. എത്രയോ കാലമായി ഈ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഇവിടെ ഇങ്ങനെ ഉള്ളത് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി കിടക്കുന്നു. ഞങ്ങളെപ്പോൾ ഉന്നയിക്കുമ്പോഴും ഉടൻ ആരംഭിക്കും, ഇടയ്ക്ക് ആരംഭിച്ചു. ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഞങ്ങളോട് പറയുന്നത് അത് ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിലാണ്, അടുത്ത് തന്നെ ആരംഭിക്കും. നിരന്തരമായി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി ശൃംഖലയെ സഹായിക്കാനാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.